ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഒടുവിൽ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നവർ. ഈ ജീവിതാവസ്ഥ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഗൃഹനാഥനോ നാഥയോ ആരുമായിക്കൊള്ളട്ടെ, പലിശഭാരവും ജപ്തിയിലൂടെയുള്ള നാണക്കേടും മറയ്ക്കാൻ അവർ ഒരു നിമിഷം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു. അപ്പോഴും ബാക്കിയാകുന്ന ചിലരെ പറ്റി ആരും ചിന്തിക്കാറില്ല. പ്രശ്നപരിഹാരം ആത്മഹത്യയല്ലെന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ ചെറിയ ലോണുകൾ എടുത്തതിൻ്റെ പേരിൽ തിരിച്ചടവിന് മാർഗമില്ലാതെ വിഷമിക്കുകയും കടുങ്കൈ ചെയ്യാനൊന്നും ആരും മുതിരേണ്ടതില്ല. 20 ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നിയമം ഉടൻ പാസാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ജപ്തി നടപടിയിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ അടുത്ത മാസം ചേരുന്ന സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. റവന്യൂ ധനവകുപ്പുകളുടെ നിർദ്ദേശമടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് നിയമവകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. റവന്യൂ മന്ത്രിക്ക് 5 ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് 10 ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് 20 ലക്ഷം രൂപ വരെയുള്ള വായ്പാ കുടിശ്ശികയെ തുടർന്നുള്ള ജപ്തി നടപടി താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം. സഹകരണ, ദേശസാൽകൃത, ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെയും ജപ്തി നടപടിയിൽ സർക്കാർ ഇടപെട്ട് വായ്പ എടുത്തയാൾക്ക് ആശ്വാസം നൽകാൻ പുതിയ നിയമത്തിൽ കഴിയും. ഇക്കാര്യം നിർദ്ദേശിച്ച് റവന്യൂ ധനമന്ത്രിമാർ ഇറക്കിയ ഉത്തരവ് ബാങ്കുകൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഇല്ലാത്ത നിയമത്തിൻ്റെ പേരിൽ ജപ്തി നടപടി ഒഴിവാക്കാൻ ഇടപെടരുതെന്ന് നിർദ്ദേശിച്ച കോടതി ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ബാങ്കുകൾ അപ്പീൽ സമർപ്പിച്ചെങ്കിലും അതും തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ കടന്നത്.